ഇന്നത്തെ ചെറുപ്പക്കാർ അല്ലേ, കാരണം പല ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവും. അവിടെ നിന്ന് വ്യത്യസ്തമാണ് പ്രദീപ്. അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ആ ആറ്റിറ്റ്യൂഡ് നമ്മുടെ പ്രദീപിന്റെ കാഴ്ചപ്പാടിൽ എത്രത്തോളം? എല്ലാവരും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഈവൻ ഒത്തിരി പേര് എൻ്റർപ്രൈസിംഗ് ആയിട്ട് ഈ ഓരോ ഈവൻ മേ ബി സോഫ്റ്റ്വെയർ ഫീൽഡാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാ ഫീൽഡിലും അവരവർ കഴിയുന്ന. ഇപ്പം ഈവൻ എനിക്കറിയുന്ന ഒത്തിരി പേരുണ്ട് ഈ ഫീൽഡ് ഇങ്ങനെ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ നിന്നിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിട്ട് വരുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പം അവരൊക്കെ ആ ഒരു എന്താ പറയുക, മേ ബി ഇതന്നെയാണ് അവരുടെ ഒരു വളർന്നു വരുന്നൊരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു മേ ബി ഇപ്പോൾ വീട്ടിലിപ്പം ശരി എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടി, ഗവൺമെൻറ് ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ അതല്ല ഓക്കെ, നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു, നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, നമ്മൾക്ക് കുറേ കൂടെ എക്സ്പോഷർ വേണം, എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ഫേസസ് ഓഫ് ലൈഫിലും എല്ലായിടത്തും നമുക്ക് എക്സ്പോഷർ വേണം എന്നൊക്കെ ഒരു ഔട്ട്ലുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിലേക്ക് വരുന്നുള്ളൂ ആൾക്കാർ. അതല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കാമെന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ജോലി മോണോട്ടോണസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതങ്ങനെ പോകുന്നു. പക്ഷേ ഇതാണെങ്കിൽ ഓരോ ദിവസം ഓരോ എക്സ്പീരിയൻസ് ആണ്, പുതിയ ഓരോ സംഭവങ്ങൾ, അതിനൊരു പുതിയ മേഖല, അതൊരു പബ്ലിക് സെക്ടറിൽ പബ്ലിക്കിന് ഒത്തിരി ആൾക്കാരിലെ ഒരു ഇന്ററാക്ഷൻ കൊടുക്കുക. കാരണം അതിന് കിട്ടുന്ന ഒരു അവാർഡ്സ്, അതിന് കിട്ടുന്ന നമുക്കൊരു കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ആണ്. അത് എൻജോയ് ചെയ്യുന്നുണ്ടോ ഓരോ ദിവസവും? ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം വിത്തൗട്ട് ഒരു വർക്ക് ഇല്ലാതെ ഒരിടത്ത് നിൽക്കാൻ പോലും പ്രദീപ് ഭയങ്കര ബോറായിരിക്കും. കാരണം രാവിലെ എങ്ങനെയാണ് പ്രദീപിന്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്? എസ്പെഷ്യലി ഞാനിത് ചെറുപ്പക്കാരോട് തന്നെ ചോദിക്കണം. കാരണം വളരെ അവരെന്നൊരു മാതൃകയാണ് മറ്റുള്ളവർക്ക് ഒരു പ്രദീപിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആ ഒരു ദിവസം ആരംഭിക്കുന്നത് നമ്മുടെ ഏറ്റവും ഏർലി തുടങ്ങുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഇവൻ നമ്മുടെ ഒരു നേച്ചർ ഓഫ് വർക്കിന് നമ്മളൊരു സൈറ്റിലെ ടൈമിംഗ് 8 o'clock ആണ്. അപ്പം നോർമലി അപ്പം നമ്മൾ 8 o'clock അവിടെ എത്തുകയാണെങ്കിൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. കാരണം ആ ഒരു സൈറ്റിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറേ കൂടെ ഫാസ്റ്റായിട്ട് നിൽക്കും. അത്രയും രാവിലെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരുടെ ഒരു എനർജി ലെവൽ കൂടുതലായിരിക്കും. അപ് ടു ഒരു 10-11 o'clock വരെ ആ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ആ സമയത്ത് ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സമയം പോകുന്ന അറിയില്ല. ശരി, അത് കഴിഞ്ഞാൽ ആക്ച്വലി കുറച്ച് കഴിയുമ്പോഴോ ഇത്രയും സമയം ആയോ, നമ്മളിപ്പോൾ കുറേ സമയം വർക്ക് ചെയ്യുന്നൊരു ഫീലിംഗ് ഉണ്ടാവും നമുക്ക്. അത് കഴിയുമ്പം ഗ്രാജുവലി പിന്നെ ഇത് അത്രയും എക്സ്പോസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും. ഓക്കെ, നൈറ്റ് വർക്ക് ഡിപ്പെൻസ്. ആക്ച്വലി നമ്മുടെ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ്സ് ആണെങ്കിൽ നൈറ്റ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം ഒരു ബ്രിഡ്ജിൻ്റെ കേസിൽ ഇപ്പോൾ ഒരു പൈലിംഗ് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പകുതി വെച്ച് വഴിക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ കണ്ടിന്യൂ ചെയ്യണം, അത് ഫിനിഷ് ചെയ്യുന്നവരെന്തായാലും നിൽക്കണം. ചില സമയത്തൊക്കെ നിൽക്കാറുണ്ട്, നിന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അവിടെ വേണം. അപ്പം നമ്മൾ വളരെയധികം നോക്കി ചെയ്യേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഈ മേഖലയിൽ ഒരുപാട് കാരണം എന്ന് വെച്ചാൽ ഇന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായിക്കോട്ടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബ്രിഡ്ജസ് ആൾമോസ്റ്റ് വരുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ വലിയ പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോഴേക്ക് അതൊരു റിസ്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് നമ്മൾ അതിന് വേണ്ട മാൻ പവർ, നേരത്തെ പറഞ്ഞ പോലെ മാൻ പവർ കിട്ടുന്നില്ല. അപ്പോൾ അതിനെങ്ങനെയാണ് ആദ്യം ഒരു പ്ലാൻ ചെയ്യുക, ഡിസൈൻ ചെയ്യുക? നമ്മുടെ ആക്ച്വലി നമുക്കിപ്പം അതായത് ഒരു കാറ്റഗറി ഓഫ് വർക്ക് ഉണ്ട്. ഇപ്പം മേ ബി ബ്രിഡ്ജ് ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് ഓഫ് ലേബേഴ്സ് ഉണ്ട്, നമ്മുടെ കോൺട്രാക്ട്സിലുള്ള ലേബേഴ്സ് ഉണ്ട്, സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ ഒരു ഫോൺ കോളിൻ്റെ ദൂരത്തിലുണ്ടല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ മെഷീനറീസ് അതിനനുസരിച്ച് മൊബിലൈസ് ചെയ്യണം. അപ്പം വലിയ പ്രോജക്ട്സ് ആണെങ്കിൽ മെഷീനറീസ് കൂടുതൽ വേണ്ടി വരും, നമ്മളത് പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ ലീസ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഈ മേഖല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എംപ്ലോയീസ് എന്ന് പറഞ്ഞു. കാരണം എംപ്ലോയീസിനെ നമുക്ക് സ്ഥിരമായിട്ട് തന്നെ വെക്കേണ്ടി വരും. കാരണം ഇതുള്ള ഒരു പ്രോജക്റ്റ് നടക്കുമ്പോഴത്തേക്കും. അപ്പോൾ അറ്റ് ദ ടൈം ഒരു പ്രോജക്റ്റ് മാത്രമേ ഏറ്റെടുക്കാറുള്ളൂ, അതോ സെയിം ടൈം? അല്ല, നമുക്കിപ്പം ഓൾമോസ്റ്റ് ഇപ്പം 3 ബ്രിഡ്ജ് പ്രോജക്ട്സും എനിക്കിപ്പം 3 ബിൽഡിംഗ് പ്രോജക്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് അറ്റ് എ ടൈം. അപ്പോൾ ഈ ലേബേഴ്സിനെ ഡിപ്പെൻസ് ചെയ്താണ് നമ്മൾ ഈ വർക്ക് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും. ആണ്. അപ്പോൾ എത്രത്തോളമാണ് നമ്മൾ എംപ്ലോയീസിനെ നമ്മളെ ഒരു റിലേഷൻഷിപ്പ്? കാരണം അവരുടെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഒരു ഡെവലപ്മെൻറ്റ്സിൻ്റെ, ഏതൊരു വ്യവസായത്തിൻ്റെയും ഡെവലപ്മെൻറ്റ്സിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് തൊഴിലാളികളാണ്. എത്രത്തോളം ഉണ്ട്? വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഇടപെടൽ വളരെ നന്നായി, അല്ലെങ്കിൽ അവർ ആക്ച്വലി ഇപ്പം അവരെ എംപ്ലോയർ ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി ഡെഫിനറ്റ്ലി കിട്ടും. ആക്ച്വലി ഇപ്പം നമ്മളാണ് ആക്ച്വലി ആവശ്യക്കാർ. അപ്പോൾ എന്തായാലും അവർ റിട്ടേൺ ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്.
അപ്പോൾ നമ്മളെങ്ങനെ നിൽക്കുന്നു അതിനനുസരിച്ച് അവർ നിൽക്കും. അത് അത് കഴിഞ്ഞ കാലത്തിൽ അച്ഛൻ്റെ കാലത്തുള്ള ഒരു സിസ്റ്റം അല്ല, അതൊരു വളരെ ഫ്രണ്ട്ലി ആയിരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ക്ലോസ് ആയിട്ട് പോകുന്നു. ഇപ്പോൾ പ്രദീപിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ടോ ഈ എംപ്ലോയീസിൻ്റെ റിലേഷനിൽ? അല്ല, ഇപ്പം നമ്മുടെ കൂടെയുള്ള വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി അവരെല്ലാം ഞാൻ വളരെ ചെറുപ്പം മുതലേ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെ ഒരു ചേട്ട അങ്ങനെയുള്ള ലെവലിൽ വിളിച്ച് വരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ കുറേ പേരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ വളരെ ചെറുപ്പത്തിലേ കാണുന്ന ആൾക്കാരാണ്. അവരിപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ പോകുന്നു. ആ ഒരു രീതിയിലാണ്. പിന്നെ ഇപ്പം മേ ബി ഇപ്പം നമുക്കിപ്പം കൂടുതൽ ബാക്കി ഈ നമ്മുടെ സബ് കോൺട്രാക്ടേഴ്സിന് കൂടെയൊക്കെ ഉള്ളത് മേ ബി ഔട്ട് ഓഫ് സ്റ്റേറ്റ് വർക്കേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരൊക്കെ ഇവിടെ സബ് കോൺട്രാക്ടേഴ്സിനും കൊടുക്കാറുണ്ടല്ലേ? പിന്നെ കാരണം ഒറ്റയ്ക്ക് ഒന്നും ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. അല്ല, നമ്മുടെ ഒരു ഡയറക്റ്റ് സൂപ്പർവിഷൻ ഉണ്ടാവുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ സബ്ലെറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അത് കാരണം മേ ബി അവർക്ക് അവരുടെ ഒരു പെർസെൻറ്റേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും റിസ്ക് കുറഞ്ഞു കിട്ടും. ഈ ഒരു മേഖല വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് സ്റ്റഡി ചെയ്തൊക്കെയാണ് പ്രദീപ് സംസാരിച്ചത്. പക്ഷേ ഏറ്റവും വലിയ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഫാമിലിയുടെ സപ്പോർട്ട്. കാരണം ഇതൊരു ആ ഒരു വ്യവസായ ഫാമിലിയിൽ ജനിച്ചു. ആ ഫാമിലി തന്നെയാണ് അച്ഛൻ്റെ അനുഭവ സമ്പത്തും ആ ഒരു അനുഭവങ്ങളൊക്കെയാണ് മനസ്സിൽ പാഠമാക്കിക്കൊണ്ട് പ്രദീപ് മുന്നോട്ട് നീങ്ങിയത്. എത്രത്തോളമാണ് ഫാമിലിയുടെ സപ്പോർട്ട്? ഫാമിലി ആക്ച്വലി ഇവിടെ മാംഗ്ലൂരാണുള്ളത്. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻഫോസിസ്, ഇൻഫോസിസ് മാംഗ്ലൂർ ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ ഒരു കേരളത്തിൻ്റെയും കർണാടകയുടെയും ഒരു ബിസിനസ് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതായത് നമുക്ക് യൂസ്ലി ഫ്രണ്ട്ലി എന്ന് പറയുന്നത് എവിടെയാണ്? ഫ്രണ്ട്ലി രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് ആക്ച്വലി. ഇപ്പം ഒരു ഇൻഡസ്ട്രിയൽ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ആക്ച്വലി കർണാടകയിൽ പവർ ഷോർട്ടേജ് ഉണ്ട്. ഇപ്പം കേരളത്തിൽ ആക്ച്വലി പവർ ഷോർട്ടേജ് കുറവാണ്. കാരണം ഇൻഡസ്ട്രീസും കുറവാണ്. അപ്പം ആക്ച്വലി ആ ഒരു പവർ റിക്വയർമെൻറ്റ് ആക്ച്വലി കുറവാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ. ബട്ട് കർണാടകയിൽ നല്ല അക്യൂട്ട് പവർ ഷോർട്ടേജ് ഉണ്ട്. അപ്പം അവിടെ ഒരു ദിവസം മൊത്തം ജനറേറ്ററിലൊക്കെ റൺ ചെയ്യേണ്ടി വരും നമ്മുടെ ഫാക്ടറി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളമാണ് നല്ലത്. കേരളത്തെ ഒരുപാട് സ്നേഹിക്കുന്നു. കാരണം കേരളം ഏതൊരു വ്യവസായത്തിനും പറ്റിയ സ്ഥലം തന്നെയാണ്. നല്ല അറ്റ്മോസ്ഫിയർ, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇതിൽ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ കേരളത്തെക്കുറിച്ചുള്ള താങ്കളുടെ വ്യവസായ കാഴ്ചപ്പാട് എന്തൊക്കെയാണ്? കേരളത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടാണുള്ളത്. ഓൺലി നമുക്കിപ്പം ആകെ ഞാൻ കാണുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൽ അജണ്ട എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇൻ ദ സെൻസ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബേസിക് ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേറെ ഏത് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇപ്പോൾ ഏറ്റവും ഇതായി നിൽക്കുന്നത് നമ്മുടെ കേരളം തന്നെയാണ്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് റോഡ്സ്. അപ്പോൾ നമ്മൾ റോഡ് ഡെവലപ്മെൻറ്റിന് നല്ലൊരു ഊന്നൽ കൊടുത്തുകൊണ്ട് ശരിക്കും നമുക്ക് രണ്ട് ഡിസ്ട്രിക്റ്റിന് ട്രിവാൻഡ്രം കാസർഗോഡിന് എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം. ഹൈവേ എന്ന് പറഞ്ഞ് പണ്ട് നമ്മുടെ PWD മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ MK മുനീർ കൊണ്ടുവന്ന ഒരു ഹൈവേ. കാരണം ഒരു 6 hours കൊണ്ട് കാസർഗോഡ് ടു ട്രിവാൻഡ്രം ജേർണി ആക്കാനായിട്ട്